പ്രൈസ് ദി ലോർഡ്. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഇന്ന് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന തിരുവചനം ജ്ഞാനത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യമാണ്. അവിടുത്തെ ആശ്രയിക്കുന്നവർ സത്യം ഗ്രഹിക്കും, വിശ്വസ്തർ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കും. അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അവിടുന്ന് കരുണയും അനുഗ്രഹവും വർഷിക്കും. വിശുദ്ധരെ അവിടുന്ന് പരിപാലിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജ്ഞാനത്തിന്റെ പുസ്തകം 3-ാം അധ്യായം നമുക്കൊന്ന് ധ്യാനിക്കാം. എന്താണ് സത്യം? യോഹന്നാൻ 17:17 കർത്താവ് വ്യക്തമായി പറയുന്നു, അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ വചനമാണ് സത്യം. വചനം സത്യമാണ്. ആ സത്യത്താൽ, വചനത്താൽ വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ സത്യമായ വചനം ഗ്രഹിച്ചുകൊണ്ട് ജീവിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അതിനുശേഷം നമുക്ക് നോക്കാം, വിശ്വസ്തർ സ്നേഹത്തിൽ വസിക്കുമെന്ന്. സങ്കീർത്തനം 133:1-3 വരെ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. അഹ്റോന്റെ തലയിൽ നിന്ന് താടിയിലേക്ക് ഇറങ്ങി അങ്കിയുടെ കഴുത്തുപട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെയാണത്. സിയോൻ പർവ്വതങ്ങളിൽ പൊഴിയുന്ന ഹെർമോൺ തുഷാരം പോലെയാണത്. അവിടെയാണ് കർത്താവ് തന്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കിവിടെ കാണുവാൻ സാധിക്കും, വചനം മനസ്സിലാക്കി ധ്യാനിച്ച് അത് വിശ്വസിച്ച് ഏക മനസ്സോടെ ഒരുമിച്ച് സ്നേഹത്തിൽ ജീവിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട മക്കൾക്ക് കർത്താവ് കരുണയും അനുഗ്രഹവും നിത്യജീവനും നൽകും എന്ന് ഇന്നത്തെ വചനത്തിലൂടെ നമ്മോട് പറയുകയാണ്. ഇതിനനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് നമുക്കൊരു തീരുമാനമെടുക്കാം. മത്തായി 5-ാം അധ്യായം 6-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഈ വചനത്തിന്റെ അഭിഷേകത്താല് ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ആമേൻ.